ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ണിയോർക്കുളം സാന്നിധ്യം. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടി. നമ്മളിന്ന് ഒരു വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് 2023 സാമ്പത്തിക വർഷത്തിൽ 2024 കിടക്കുകയാണ്. ഇപ്പോൾ ഡിസംബറിലാണ് നമ്മളിത് ചെയ്യുന്നത്, ഡിസംബർ 30. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒടുവിലെ ട്രേഡിംഗ് ദിനത്തിൽ, അതായത് വെള്ളിയാഴ്ച 29 തീയതി വെള്ളിയാഴ്ച 6% ഒരൊറ്റ ദിവസം കൊണ്ട് ഉയർന്നിട്ടുള്ള ഒരു സ്റ്റോക്ക്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഉയർച്ച എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 107% ഉയർന്നു എന്നുള്ളതാണ്. അതായത് നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകൾ, നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50ആണ്. ഈ 50 സ്റ്റോക്കുകളിൽ മറ്റൊരു സ്റ്റോക്കിനും കൈവരിക്കാനാകാത്ത ഒരു വളർച്ച ഈ സ്റ്റോക്കിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് സ്റ്റോക്കാണ്, ഏത് ഓഹരിയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് ഇത്രയും അധികം വളർച്ച ഉണ്ടായത്, അതായത് 28-ന്റെ ക്ലോസിംഗ് ദിനത്തിൽ അവരുടെ ഒരു വിൽപ്പന എന്ന് പറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഏതാണ്ട് ക്ലോസിങ് 753 ആയിരുന്നു. 753.90 അതാണ് 6% ഉയർന്നിട്ട് 6.5% ഉയർന്നു. 6.5% ഉയർന്നിട്ട് അത് 802.90 മാറിയത്. അതായത് 107% വളർച്ച, മൊത്തം ഒരു വർഷത്തെ വളർച്ച. 52 ആഴ്ചയിലെ, അതായത് ഒരു വർഷത്തെ ഏറ്റവും കൂടിയ നിലവാരത്തിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. മറ്റൊരുമല്ല, ഇന്ത്യയിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ നിർമ്മാതാക്കൾ ഭീമന്മാരായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിനാണ് ഈ ഒരു ഭാഗ്യം കൈവന്നിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ നമുക്കൊക്കെ അറിയാം, ഈ ലാൻഡ് റോവർ, ജാഗ്വാർ ലാൻഡ് റോവർ പോലുള്ള വാഹനങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിലും SUV നിർമ്മാണത്തിൽ വളരെ മുന്നിലാണ്. അവരുടെ ഹാരിയർ, അതുപോലെ തന്നെ ഇപ്പം നെക്സോൺ എന്ന് പറയുന്ന വണ്ടിക്കും നല്ല ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് നല്ലൊരു പുരോഗതി കൈവരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നിലപാടുകളുള്ളത്. അപ്പോൾ ഈ കമ്പനി ഇത്രയധികം നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ഇനി തുടർന്ന് അങ്ങോട്ടും ഇതേ നേട്ടം ഉണ്ടാവുമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്താണ് ഇതിൽ റിസർച്ചേഴ്സും അതുപോലെ ബ്രോക്കിംഗ് ഹൗസുകളൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ മറ്റൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടെസ്ല ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ ടെസ്ല വരാൻ പോകുന്നത്. ടെസ്ലയെ മറികടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടെസ്ലയോട് മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ 2 പ്രധാന കമ്പനികളാണ് പ്രധാനമായിട്ട് രംഗത്തുള്ളത്. അതിലൊന്ന് ഈ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. അവരുടെ ഹാരിയേഴ്സിൻ്റെ ഒക്കെ പുതിയ ഇലക്ട്രിക് വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരാൻ പോവാണ്. പ്രധാനമായിട്ടും ഈ ടെസ്ലയോട് മത്സരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ഇത്രയും അധികം ഒരു പുരോഗതി ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടായിട്ടുള്ള നിഫ്റ്റി 50-ൽ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്ത ഒരു സ്റ്റോക്കായിട്ട് മാറാൻ ഈ ടാറ്റയ്ക്ക് കഴിഞ്ഞതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ ഒക്കെ നമുക്ക്, അതല്ലെങ്കിൽ തുടർന്നങ്ങോട്ടുള്ള അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു വളർച്ചയുടെ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യമേ പറയട്ടെ, ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഒന്നും ഉള്ള നിർദ്ദേശമല്ല. നമുക്ക് കുറേ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്, 10-20 വർഷത്തെ റിസർച്ച്, അതുപോലെ തന്നെ വിവിധ ബ്രോക്കിംഗ് ഹൗസ്, ICICI ഡയറക്റ്റ്, DBFS, അങ്ങനെ പല ബ്രോക്കിംഗ് ഹൗസുകളായിട്ടുള്ള ഇപ്പോൾ സീറോദയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിസർച്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതുപോലെ തന്നെ 4-5 NSEയുടെ ചാർട്ട് അനലൈസിങ്, അതുപോലെ ടെക്നിക്കൽ അനലൈസിങ്, ഇങ്ങനെ കുറേ സർട്ടിഫിക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട്, അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബ്രോക്കേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വേണം ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഉള്ളത്. ഇതൊരു സ്റ്റഡി പർപ്പസാണ്. പക്ഷേ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നിങ്ങൾക്കതിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ടാറ്റയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. 107% ഒരു വർഷം കൊണ്ട് ഉയർന്നത്. ഇപ്പോൾ ഏറ്റവും കൂടിയ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഇപ്പോൾ കൂടിയ ഇതിന് ലാസ്റ്റ് ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ 2023 ലാസ്റ്റ് അവരുടെ ക്ലോസിങ് 802.90 ആണ് രൂപയാണ് അതിൻ്റെ വില. 6.5% ഉയർന്നുകൊണ്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എത്രയൊക്കെയാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും അതിൻ്റെ ഒരു ഇത് കൂടി നിൽക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് 2004 കൂടുതൽ നിക്ഷേപങ്ങൾ വരും. വിദേശ പോർട്ട്ഫോളിയോകളൊക്കെ അവരുടെ നിക്ഷേപങ്ങളായിട്ട് വരും. ഇവിടുന്ന് വാങ്ങൽ സാധ്യത കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യത്തിലും കണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഒരു സെല്ലിങ് പ്രഷർ ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ തോതിൽ സെല്ലിങ്ങും അതിനോടൊപ്പം കൂടുതൽ ബൈയിങ്ങും ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ തന്നെ നിഫ്റ്റി സെൻസെക്സ് 72,000, നിഫ്റ്റി 21,500 അതിലും കൂടിയ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അത് വിദേശ ഫണ്ടുകളാണെങ്കിൽ അവരുടെ US ഫെഡ് റിസർവിൻ്റെ അതിനി ഉയർത്തില്ല, നിലവാരം ഉയർത്തില്ല. ആ ഒരു താഴ്ന്ന നിലവിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളതെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഈ ഒരു അവസരത്തിലപ്പോൾ കൂടുതൽ വളർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും ഇത്തരം കമ്പനികളെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവരുടെ തന്നെ ഇനി നമുക്കിതിനെ പറ്റി കൂടുതൽ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആളുകളുടെ ഒരു സംശയം ഉണ്ടാവുക. അപ്പോൾ കമ്പനിയുടെ പ്രീമിയം സെഗ്മെൻ്റായിട്ടുള്ള ജാഗ്വർ ലാൻഡ് റോവർ എന്ന് പറയുന്ന കമ്പനി ഈ വാഹനം നടപ്പ് സാമ്പത്തിക വർഷം 2024 മികച്ച അതിൻ്റെ ഒരു മിഡിലൊക്കെ ആകുമ്പോൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതാണ് നമ്മുടെ ഈ PNB പാരിബാസിൻ്റെ ഈ ബ്രോക്കേഴ്സായിട്ടുള്ള ഷെയർഖാൻ വിലയിരുത്തുന്നത്. അവരുടെ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കടബാധ്യത, ടാറ്റ മോട്ടോഴ്സിൻ്റെ കടബാധ്യതകളും കുറയുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തിട്ട് നിക്ഷേപകർക്ക് ഒരു മിഡ് ടേം ലോങ് ടേം ചെറിയ ഇതല്ല, പെട്ടെന്നുള്ളൊരു വിൽപ്പന വാങ്ങലല്ല, ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു മിഡ് ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും എന്നുള്ള ഒരു കണക്കൂട്ടലുള്ള നിരീക്ഷണമാണ് ഫണ്ട് ഹൗസുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഇവരുടെ ഈ ആഭ്യന്തര യാത്ര വാണിജ്യ മേഖലകളിലൊക്കെ മാർജിൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വാഹനത്തിൻ്റെ മാർക്കറ്റ് തന്നെ ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ വലിയ വിപണി. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ താല്പര്യം കാണുന്നുണ്ട്. കാരണം ഈ നെക്സോൺ പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്തിടെ നമ്മളൊരു നിരീക്ഷണം നടത്തിയിൽ പല സ്റ്റേറ്റുകളിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കുറേ അധികം ആളുകൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ നെക്സോൺ പോലെയുള്ള ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സർക്കാർ തലത്തിലും ഇത്തരം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ബസ്സുകളൊക്കെ ആണെങ്കിലും വാങ്ങാനുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു മേഖലയിൽ അതിൻ്റെ ഒരു സാധ്യത ഉണ്ടാവും. എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷം 2024 മാർക്കറ്റിൽ കൂടുതൽ വാഹനങ്ങൾ പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരും. അതിൻ്റെ ഒരു സജീവ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമ്മൾ ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ സാമ്പത്തിക സാക്ഷരതയുടെ ഭാഗമായിട്ടുള്ള ഒരു യജ്ഞം കൂടിയാണ്. അപ്പോൾ അതിൽ നിങ്ങളും കൂടി പങ്കാളികളാവുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വർഷത്തെ ഒരു കണക്കിൻ്റെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ചാർട്ട് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് നമുക്കറിയാം, കിട്ടാവുന്നൊരു നല്ല ചാർട്ടാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ. അതിലൊരു 2022 ജനുവരി മുതലുള്ള നോക്കുകയാണെങ്കിൽ ഇത് 2021 ഡിസംബറാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. നമ്മൾ ഡേ ചാർട്ട് ക്യാൻഡിലാണ് നോക്കുന്നത്. 2022 ജനുവരി 5-ൻ്റെ ആണ് ഇപ്പോൾ കാണുന്നത്. 5 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം 5 ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. 5 ഇവിടെ ഉണ്ടായിരുന്നത് 496 അതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. 496.65. 496 അത് പിന്നെ കുറേ കൂടി കയറി
പിന്നെ വന്ന് 519 വരെ വന്ന് പിന്നെ അതിങ്ങനെ താഴോട്ട് വന്നിട്ട് പിന്നെ ആ ഒരു റേഞ്ച് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോവാണ്. ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 429 ജൂലൈയിലെത്തുമ്പോൾ 421, പിന്നെ അത് വീണ്ടും കയറി 492 മാറി. 492 നിന്ന് പിന്നെ വീണ്ടും ഫെബ്രുവരിയിലേക്ക് വന്നപ്പോൾ പിന്നെ താഴോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഒരു കയറ്റം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിലാണ്. മാർച്ച് 29ൻ്റെ ക്യാൻഡിലാണ്, ഡൈ ക്യാൻഡിലാണ് ഇത് കാണിക്കുന്നത്. മാർച്ച് 29-ന് ഒരു ക്യാൻഡിൽ താഴോട്ട് വന്ന് പിന്നെ അത് ഒരു റെഡ് ക്യാൻഡിൽ വന്നു 23-ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ, വലിയ ക്യാൻഡിലുകളാണ് വരുന്നത്. ഇത് നമുക്ക് ഇത്തിരി വലുതാക്കി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ഇത് വലിയ ക്യാൻഡിൽ വന്നു. ഈ പിന്നെ അതിൻ്റെ ക്ലോസിങ് ആ ഡേ എന്ന് പറയുമ്പോൾ മാർച്ച് 29. പിന്നെ അതിൻ്റെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ വീണ്ടും ഓപ്പണിംഗ് വന്നു. അടുത്ത ദിവസം അതിൻ്റെ ഓപ്പണിങ് മുകളിൽ വന്നു. പിന്നെ അങ്ങനെ വന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. അതായത് ഏപ്രിൽ 6-ന് പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഉയർന്ന് വരികയാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ താഴോട്ട് വല്ലാതെ പോയിട്ടില്ല. ഉയർന്ന് വന്നിട്ട് ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായതെന്ന് പറയുമ്പോൾ 435-ലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായത്. 435-ൽ നിന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായിട്ട് 451-ലേക്ക് മാറിയത്. 451-ലേക്ക് മാറി. അതായത് ഏപ്രിൽ 10-ന് 459-ലേക്ക് മാറി. വീണ്ടും ലാർജ് ക്യാൻഡിൽ ഉണ്ടായി. അതായത് മാർച്ച് 8-ന് വലിയ ക്യാൻഡിൽ ഉണ്ടായി. പിന്നെ അങ്ങനെ കുറെ കൂടി ഡോജ് വന്നു. പിന്നെ അതിന് മുകളിൽ കയറി, അതിന് മുകളിൽ കയറി ചെറിയൊരു വേരിയേഷൻ. അത് എലിയറ്റ് വേവ് എന്ന് പറയുന്ന എലിയറ്റ് വേവ് ഇങ്ങനെ ആ വേവ്സ് സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ കയറി, വീണ്ടും കയറി അങ്ങനെ അതൊരു കയറ്റം തന്നെയാണ്. റെഗുലറായിട്ടൊരു കയറ്റം ഉണ്ടായി. റെഗുലറായിട്ട് കയറ്റം ഉണ്ടായപ്പോൾ ഒരു ജൂണിലൊക്കെ ആകുമ്പോഴേക്കും അത് 560-ലേക്ക് വന്നു. പിന്നെ അത് വലിയ ഉയർച്ച ഉണ്ടായി. ഇപ്പോൾ വന്നിട്ട് അവസാനം അങ്ങനെ കയറി പോയിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ഇറക്കുണ്ടായി. 700-ലെത്തി. ഇവിടെ 700-ൽ എന്ന് പറയുമ്പോൾ 732-ലെത്തിയായിരുന്നു. 732 ഡിസംബർ 18-ല് നമുക്കിവിടെ നോക്കിയാൽ കാണാം. 732-ൽ 733 വരെ എത്തി. ഈ ഡിസംബർ 15-ന് 733 വീണ്ടും ഒരു ചെറിയ താഴ്ച ഉണ്ടായിട്ട് അത് ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. ഒരു ചെറിയൊരു ഓസിലേഷൻ നടക്കുന്നതാണ്. അത് കുറച്ച് ഒരു വിറ്റൊഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അവിടുന്ന് ആ ഒരു ജമ്പിങ് ഈ 703-ൽ വന്നിട്ട് പിന്നെ അത് തുടർച്ചയായിട്ടുള്ളൊരു ജമ്പിങ് ആണ് ഉണ്ടായത്. ഈ ഒരു ദിവസം 1-2 ദിവസങ്ങളോട് മാത്രം അത് ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് പോയി 800 വരെയൊക്കെ പോയിട്ടുണ്ട്. 800 വരെ പോയി. ഇപ്പം ഏറ്റവും ഉയർന്ന ഒരു വർഷത്തെ 52 മന്ത്സ് ഏറ്റവും ഉയർന്ന ലെവലിലാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടൈം അല്ലെങ്കിൽ മിഡ് ടൈം തന്നെയാണ് വിദഗ്ധന്മാർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്, ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സ് കൂടുതൽ അപ്രിസിയേഷൻ ഉണ്ടാവും എന്നാണ് വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ. അവരുടെ ഈ SUV ഹാരിയർ വരുന്നുണ്ട്, ഈ ഇലക്ട്രിക്. അതുപോലെ തന്നെ ഈ നെക്സോൺ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാൻഡ് റോവർ ജാഗ്വാറിനൊക്കെ കൂടുതൽ അപ്രിസിയേഷൻ ഉണ്ടാവും. ഇവിടെ ഒരു വളർച്ച 2024 ഒരു മിഡിൽ ആകുമ്പോഴേക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മളുടെ ദൗത്യത്തിൽ ചേരുക. ഒരു സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൽ. കാരണം എന്താ വെച്ചാൽ ആളുകളുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ കുറവാണ്. ഈ പ്രത്യേകിച്ചും ഈ പ്രവാസികൾക്കിടയിൽ നിക്ഷേപങ്ങൾ കുറവാണ്. അപ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടി അതിൽ പങ്കാളികളാണ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.